ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നാട്ടുമാങ്ങ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. 12 നാട്ടുമാങ്ങ എടുത്തിട്ടുണ്ട്. നാട്ടുമാങ്ങ കിട്ടിയില്ലെങ്കിൽ നമുക്ക് സാധാരണ പഴുത്ത മാങ്ങ എടുക്കാം. എന്നാൽ കറക്റ്റ് ആ ഒരു ടേസ്റ്റും കറിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നാട്ടുമാങ്ങ തന്നെ എടുക്കാം കേട്ടോ. അപ്പം 12 എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. കത്തി വെച്ചിട്ട് കളയണ്ട, കൈ വെച്ചിട്ടൊന്ന് പൊളിച്ചെടുത്താൽ മതിയാകും. എന്നിട്ട് നമുക്കിതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ വേവിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾ ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ്. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. നമ്മളെടുക്കുന്ന മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുവാണ്. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് വെള്ളം ചേർക്കാം. മാങ്ങ വേഗം പാകത്തിനുള്ള വെള്ളം ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 2.5 കപ്പ് വെള്ളം ചേർക്കുവാണ്. 250 ml മെഷറിംഗ് കപ്പിൽ 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം. തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. മാങ്ങ വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 2 കൈപ്പിടി തേങ്ങ ചേർക്കുവാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചേർക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി, 4 ഉള്ളി ചേർത്ത് കൊടുക്കുവാണ്. 1/4 ടേബിൾ സ്പൂൺ ജീരകം ചേർക്കാം. എരിവിനനുസരിച്ചിട്ട് പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി മുളകോ ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 2 പച്ചമുളക് ചേർക്കുവാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മൾ മാങ്ങ വേവിച്ച കൂട്ടത്തിൽ മഞ്ഞൾ ചേർത്തിട്ടുണ്ട്. എന്നാലും നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾ ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് അരയാൻ പാകത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ മാങ്ങ നന്നായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ബൗളിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അരപ്പിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് അരപ്പ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതുവരെ നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം. തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഉപ്പ് നോക്കാം. കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. അപ്പം ഞാനിതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർക്കുവാണ്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അപ്പോൾ ഇത് അരപ്പിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർക്കുവാണ്. നല്ല കട്ട തൈര് എടുത്തിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മളെടുക്കുന്ന മാങ്ങയുടെ പുളിക്കനുസരിച്ചിട്ട് വേണം തൈര് ചേർക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് തൈര് മാത്രം ചേർത്താൽ മതിയാകും. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. തൈര് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പം ഇതിലേക്ക് ഞാൻ 1/4 ടേബിൾ സ്പൂൺ കടുക് ചേർക്കുവാണ്. കടുക് പൊട്ടി വരുന്ന സമയം ഇതിലേക്ക് ഞാൻ ഒരു വറ്റൽമുളക് ചേർക്കുവാണ്. അതോടൊപ്പം 3 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് മൂപ്പിച്ചെടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയം നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിച്ചിട്ട് നമുക്കിനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അരമണിക്കൂറൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോഴേക്കും ഈ കടുക് താളിച്ചതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കറിയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. എന്നിട്ട് നമുക്കിത് കഴിക്കാനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.